Good afternoon. Good afternoon, Miss. ഷോൺ നേരത്തെ എവിടെ പോയത്? നെറ്റ് കിട്ടുന്നില്ലായിരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത ഏതാണ്? ദിയ കേട്ടിരുന്നോ കഴിഞ്ഞ ക്ലാസ് ഫുള്ള്? No. 6th lesson. प्यारा प्यारा कितना प्यारा. ഓ ഹൗ ഡിയർ എന്ന ലെസൺ ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത്. ഷോൺ നോട്ട് എഴുതി അയച്ചോ? കഴിഞ്ഞ ലെസണിന്റെ ഷോൺ എഴുതി അയച്ചിട്ടുണ്ട് അല്ലെ? ഷോൺ ആൻമരി എഴുതി അയച്ചിട്ടുണ്ട്, ബാക്കിയുള്ളവർ എഴുതാനുണ്ടെന്ന് പറഞ്ഞു. അപ്പോ ആ ലെസൺ നോക്കുക. പ്യാര പ്യാര കിത്തന പ്യാര. ഓ ഹൗ ഡിയർ ഒന്ന് വായിച്ചു നോക്കണേ, മിസ് വായിക്കുമ്പോ നോക്കണേ. ചന്ദ ചന്ദ ചം ചം പ്യാര, ചന്ദ തേരെ ഉജാലെ സേ ചമका घर अंगनारा. तारा तारा टिम टिम तारा, जैसे नीली साड़ी पर टंगा हो सलमान यारा. बदरा बदरा काला काला आसमान की छाती पर डोल रहा मतवाला. बिजुरी गन के पर्दे में कांभे नाचे कोई किशोरी जो चांदी की पायल बांधे. प्यारा प्यारा कितना प्यारा, प्यारा बद्रा बरखा अंबर, प्यारा चंदा तारा. प्यारा प्यारा पर्वत नदी समंदर, ताल तलैया नाले पोखर, प्यारा ये जग सारा. എത്ര സ്നേഹം നിറഞ്ഞവയാണ് ഇവയൊക്കെ എന്നാണ് പറഞ്ഞത്. ഏതൊക്കെ? ചന്ദ ചന്ദ ചംചം പ്യാര. രാത്രി സമയത്ത് എന്ത് കാണുന്നുണ്ട്? ചന്ദ്രൻ, മൂൺ. പിന്നെ ചന്ദ തേരെ ഉജാലേസേ ചംകാ ഘർ അങ്കനാര. അല്ലയോ ചന്ദ്ര, നിന്റെ പ്രകാശം കൊണ്ട് എന്റെ വീടിന്റെ മുറ്റം തെളിഞ്ഞു കാണുന്നുണ്ടല്ലോ എന്ന് പറയാണ് ഒരു കുട്ടി. അല്ലയോ സ്നേഹം നിറഞ്ഞ ചന്ദ്രനോട് പറയാണെന്ന്. എത്ര സ്നേഹം നിറഞ്ഞവയാണ് ആര്? ചന്ദ്രൻ. ചന്ദ്രനോട് പറയാണ്, അല്ലയോ ചന്ദ്രൻ, നിങ്ങളുടെ പ്രകാശം കൊണ്ട് എന്റെ വീടിന്റെ മുറ്റം തെളിഞ്ഞു കാണുന്നുണ്ട് അല്ലെ. താര താര ടിം ടിം താര. ഇനി നക്ഷത്രങ്ങളെ കുറിച്ച് പറഞ്ഞു. ടിം 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 എന്ന് പറഞ്ഞാൽ മിന്നി തിളങ്ങിക്കൊണ്ടിരിക്കുന്ന നക്ഷത്രങ്ങള്. എന്ത് ചെയ്യുന്ന? ഏതുപോലെ ഉണ്ട്? ജൈസേ നീലി സാഡി പർ. ഏതുപോലെ? നീല സാരിയിലെ ടങ്കാ ഹോ സൽമാൻ യാര. തൂക്കിയിട്ടതുപോലെ ഉണ്ട്. എന്ത് കാണുന്നത്? നീലാകാശത്ത് നക്ഷത്രങ്ങളെ കാണുന്ന കാഴ്ചയാണ് ആ കുട്ടി പറഞ്ഞത്. നക്ഷത്രങ്ങളെ കാണുമ്പോൾ നീലാകാശത്ത് നക്ഷത്രങ്ങളെ കാണുമ്പോൾ എന്തുപോലെ തോന്നുന്നുണ്ട്? നീല സാരിയിലെ തൂക്കിയിട്ടതുപോലെ തോന്നുന്നല്ലോ. ഭദ്ര ഭദ്ര കാല കാല ആസ്മാൻ കി ഛാത്തി പർ ഡോൽ രഹാ മത്വാല. പിന്നെ കറുത്ത മേഘങ്ങള് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആകാശത്തൂടെ കാണുന്നുണ്ട്. പിന്നെയോ ബിജുരി ഘൻ കെ പർദേ മേ കാമ്പേ. ഇടയ്ക്ക് മിന്നല്, ഇടിമിന്നൽ ഉണ്ടാവുന്നു. അപ്പൊ ആ സമയത്ത് പറയാണ്, ഈ കുട്ടി പറയാണ്, നാച്ചേ കോയി കിശോരി ജോ ചാന്ദി കി പായൽ ബാന്തേ. നിന്റെ ശരീരത്തിൽ അത് അവിടെ ഏതെങ്കിലും കുട്ടി വെള്ളി പാദസരം അണിഞ്ഞു വന്ന് ഡാൻസ് ചെയ്യുകയാണോ? മിന്നലിനെ കണ്ടപ്പോൾ പറയുകയാണ്. നെക്സ്റ്റ് പറഞ്ഞ എന്താണ്? പ്യാര പ്യാര കിതന പ്യാര, പ്യാര ബദ്ര ബർഖ അംബർ, പ്യാര ചന്ദ താര. എന്തൊക്കെയുണ്ട് സ്നേഹം നിറഞ്ഞ? എന്തൊക്കെ കാണാൻ വേണ്ടി നമുക്ക് സാധിക്കുന്നുണ്ട്? എത്ര സ്നേഹമുള്ളവയാണ് ഇത്? അംബർ ആകാശം, മേഘം ഇവയൊക്കെ. അതുപോലെ ആകാശത്ത് കാണുന്ന പിന്നെ ചന്ദ്രൻ, അതുപോലെ സ്റ്റാർ, മൂൺ. ഇതൊക്കെ
എത്ര സ്നേഹം നിറഞ്ഞവയാണ്. നെക്സ്റ്റ് ലാസ്റ്റ് എന്താ പറഞ്ഞത്? പ്യാര പ്യാര പർവ്വത് നദി സമന്തർ. നദി, സമുദ്രം, കടല്, അതുപോലെ പർവ്വത നിരകള്. പിന്നെ താല് തലയ്യ നാലേ പോഖർ, തോടുകള്, കുളങ്ങൾ, ഇതൊക്കെ കാണുവാൻ വേണ്ടി ഈ ലോകത്ത് സാധിക്കുന്നു എന്നാണ് പറഞ്ഞത്. പ്യാര ഏ ജഗ് സാരാ, സാരാ ജഗ്, ലോകം മുഴുവനും കാണുവാൻ സാധിക്കുന്നു. അത് വായിക്കാൻ കിട്ടുന്നുണ്ടോ നിങ്ങൾക്ക്? വായിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? ഒന്ന് വായിച്ചു നോക്കിയൊന്ന്. ബുദ്ധിമുട്ടുള്ള വേർഡ്സുകൾ ഏതെങ്കിലും ഉണ്ടോ നോക്കിയൊന്ന്. ചന്ദ ചന്ദ ചം ചം പ്യാര ചന്ദ തേരെ ഉജാലേ സേ ചംകാ ഘർ അങ്കനാര. അങ്കനാര പറഞ്ഞ വരാന്ത, ബരാമത. താര താര ടിം ടിം താര ജൈസേ നീലി സാടി पर टंगा हो सलमा न्यारा. बदरा बदरा काला काला आसमान की छाती पर डोल रहा मतवाला. नेक्स्ट എന്താ? बिजुरी घन के पर्दे में कांभे नाचे कोई किशोरी ज्यों चांदी की पायल बांधे. प्यारा प्यारा कितना प्यारा प्यारा बदरा बरखा अंबर प्यारा चंदा तारा. प्यारा प्यारा पर्वत नदी समंदर ताल तलैया नाले पोखर प्यारा ये जग सारा. ആകാശത്ത് നക്ഷത്രങ്ങളെയും ചന്ദ്രനൊക്കെ കാണുന്നുണ്ട് അല്ലെ. നിലാവ് വരുമ്പോ തന്റെ മുറ്റത്ത് നല്ല പ്രകാശം തോന്നുന്നുണ്ടെന്ന് പറഞ്ഞു. പിന്നെന്ത് പറഞ്ഞിട്ടുണ്ട്? ലോകം മുഴുവനും ലോകത്ത് എന്തൊക്കെ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്? പർവ്വത നിരകൾ കാണുവാൻ സാധിക്കും, നദികള്, തോട്, കുളം, ഇങ്ങനെയൊക്കെയുള്ളതൊക്കെ കാണുവാൻ സാധിക്കുന്നു എന്നാ പറഞ്ഞത്. വായിച്ചു നോക്കിയോ? ബുദ്ധിമുട്ടുണ്ടോ? നോ. അതിന്റെ ശബ്ദാർത്ഥ വേർഡ് മീനിങ് നോക്കിക്കോ. ശബ്ദാർത്ഥ വേർഡ് മീനിങ് ചന്ദ. ഒന്നാമത്തെ വേർഡ്, ഫസ്റ്റ് വേർഡ് എന്താണ്? ചന്ദ, മൂൺ. കണ്ടോ? മൂൺ. മൂൺ. ചന്ദ, മൂൺ. ചം ചം, ഷൈനിങ്. 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 ഘർ, ഹോം. ഹോം. ടിം ടിം, ടിങ്കിൾ ടിങ്കിൾ. ടിങ്കിൾ. ന്യാര, ബ്യൂട്ടിഫുൾ, മനോഹരമായത്. ന്യാര. മത്വാല, ജോയ്ഫുൾ. കിശോരി, ടീനേജർ. റെയിൻ, മഴ. പെൻ, ക്ലൗഡ്. ആര, സ്റ്റാർ. ഉജാല, ലൈറ്റ്. അങ്കനാര, വരാന്ത. നീലി സാഡി, ബ്ലൂ സാരി. ഭദ്ര, ക്ലൗഡ്. ക്ലൗഡിലെ വേറൊരു വേർഡും കൂടി നമ്മൾ ഇപ്പൊ പഠിച്ചല്ലോ. ഭദ്ര കൂടാതെ മുന്നേ ഏതോ ഒരു വേർഡ് നോക്കിയേ. ഘൻ, ക്ലൗഡ്. ഉണ്ടോ? മേഘം. അംബർ, സ്കൈ. चांदी की पायल, सिल्वर. नदी, रिवर. समंदर, सी. ക്ലിയർ ആയോ? അത് നോട്ടിലേക്ക് എടുത്ത് എഴുതണേ. വേർഡ് മീനിങ്, ശബ്ദാർത്ഥ്. നോട്ടിലേക്ക് എഴുതുമ്പോ ഹെഡിങ് വേർഡ് മീനിങ് എന്ന് മാത്രം എഴുതിയാ പോരാ. എന്ത് എഴുതണം? ശബ്ദാർത്ഥം തന്നെ ഹെഡിങ് എഴുതുക. എന്ത് ചെയ്യുമ്പോഴും അതിന്റെ ഹെഡിങ് എന്താണോ അതന്നെ ഹിന്ദി തന്നെ എഴുതുക. ശബ്ദാർത്ഥം തന്നെ എഴുതുക. മിസ്, ക്വസ്റ്റ്യൻ ആൻസർ ഇട്ട് തരൂലേ വാട്സാപ്പില്? ക്വസ്റ്റ്യൻ ആൻസർ വാട്സാപ്പിൽ ഇട്ട് തരൂലേ? ഇട്ട് തരും. അത് ഞാൻ ഗ്രൂപ്പിൽ ഇട്ടോളാം. ചന്ദ, ക്വസ്റ്റ്യൻ ആൻസർ എന്താ? ആൻസർ ദി ഫോളോവിങ് ക്വസ്റ്റ്യൻസ്. चंदा के उजाले से क्या हुआ?
ആ ചന്ദ്രന്റെ പ്രകാശം കൊണ്ട് എന്താ അവിടെ സംഭവിച്ചത്? എന്താ കാണാൻ സാധിക്കുന്നത്? എവിടെ എന്താ സംഭവിച്ചത് അവിടെ? ചന്ദാക്കെ ഉജാലെ സേ ക്യാ ഹുവാ? എന്താ കാണുന്നത്? ചന്ദ തേരെ ഉജാലെ സേ ചംകാ ഘർ അങ്കനാര. ഘർ അങ്കനാര ചംകാ ഹേ. വീടിന്റെ മുറ്റം തിളങ്ങി കാണുന്നുണ്ട്. അതിന്റെ ആൻസർ അപ്പൊ എന്ത് വരും? ചന്ദ കെ ഉജാലെ സേ ഘർ അങ്കനാര ചമക്കാ ഹേ. താര കൈസ ലഗ്താ ഹേ? എങ്ങനെയാണ് സ്റ്റാറിനെ തോന്നുന്നത്? ടിങ്കിൾ ടിങ്കിൾ അല്ലെ? അതിനെന്താ പറഞ്ഞ? ടിം ടിം താര. എന്താണ് പറഞ്ഞത്? ടിം ടിം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? ഭദ്ര അല്ലെങ്കിൽ ബാദൽ കൈസേ ഡോൽത്താ ഹേ? ആസ്മാൻ കി ചാത്തി പർ അല്ലെ? ആകാശമാകുന്ന ആ നെഞ്ചിലാണ് എന്ത് ചെയ്യുന്നത്? ഡോൽ രഹ മത്വാല. കണ്ടല്ലോ, അവരിൽ തന്നെ ഉണ്ട്. ഭദ്ര കൈസേ ഡോൽത്താ ഹേ. ഭദ്ര മീൻസ് ബാദൽ, മേഘം. ആസ്മാൻ की छाती पर डोल रहा है. नेक्स्ट, बिजली को चांदी की पायल बांधकर नाचने वाली लड़की क्यों कहा गया है? മിന്നലിനെ, അതായത് വെള്ളി പാദസരം അണിഞ്ഞിട്ട് ഡാൻസ് ചെയ്യുന്നതാണെന്ന് പറയാൻ കാരണം എന്താണ്? ബിജുരി ഗൻകെ പർദേ മേ കാം. ഇടക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ആകാശത്തെ മിന്നല് കാണുമ്പോ ആ കുട്ടി പറയണെന്ന്, ഏതെങ്കിലും കുട്ടി നിങ്ങളുടെ അടുത്ത് വന്നിട്ട് വെള്ളി പാദസരം അണിച്ച് ഡാൻസ് ചെയ്യുകയാണോന്നല്ലേ? ക്യാ ക്യാ പ്യാര ലഗ്താ ഹേ? എന്തൊക്കെയാണ് പ്യാര പറഞ്ഞത്? ഭദ്ര, ബർഖ, അംബർ, ചന്ദ, താര. അതുപോലെ നെക്സ്റ്റ് വരിയിൽ കാണുന്നത് പർവ്വത്, നദി, സമന്തർ, താല് തലയ്യ. താൽ തലയ്യ എന്ന് പറഞ്ഞാൽ താലാബ്, കുളം. നാലേ പോഖർ, തോടുകൾ മുതലായവയാണ് പ്യാര. പ്യാര ലഗ്താ ഹേ. നെക്സ്റ്റ് അതുപോലെ പങ്ക്തിയാം പൂരി കീജിയെ, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. വരികള് ലൈൻസ് അവിടെ വിട്ടിട്ടുണ്ട് അല്ലേ? അത് നോക്കിയിട്ട് എന്ത് ചെയ്യണം? കംപ്ലീറ്റ് ചെയ്യണം. എന്താണ്, എവിടെയാണ് വിട്ടത്? താര താര ഡേഷ്. താര താര ടിം ടിം താര ജൈസേ നീലി സാഡി പർ. പിന്നെന്തിട്ടുണ്ട്? ടങ്ക എന്ന് കൊടുത്തിട്ടുണ്ട്. ബാക്കി എന്തെഴുതും? ടങ്ക ഹോ സൽമാന്യാര. മൂന്ന് ലൈൻസ് ആണ് അവിടെ എഴുതണ്ട കേട്ടോ, 3 എണ്ണം. नेक्स्ट, बिजुरी बादलों के बीच कैसी लगती है? अपने शब्दों में लिखिए. बिजुरी മിന്നല്. മിന്നല് ആകാശത്തോട് കാണുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് തോന്നുന്നത്? ഇപ്പൊ ആ കുട്ടി പറഞ്ഞ എന്താണ്? ആ ഇടക്ക് മിന്നല് വരുന്ന കാണുമ്പോ കുട്ടി പറഞ്ഞ എന്താണ്? നിങ്ങളുടെ അവിടെ ഏതെങ്കിലും പെൺകുട്ടി വെള്ളി പാദസരം അണിഞ്ഞിട്ട് ഡാൻസ് കളിക്കുകയാണോ എന്ന് തോന്നുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാണ് തോന്നുന്നത് വെച്ചാല് അതാകണ്ട അപ്പിനെ ശബ്ദമേ ലിഖിയേ, നിങ്ങളുടെ ഭാഷയിൽ എഴുതുക. നിങ്ങൾക്ക് എങ്ങനെയാണ് തോന്നുന്നത് നിങ്ങളുടെ സ്വന്തം ഭാഷയിൽ എഴുതാൻ വേണ്ടിട്ട്. സാരാ ജഗ് പ്യാരാ ക്യോം ലഗ്താ ഹേ? സാരാ ജഗ്, ലോകം മുഴുവനും, പ്യാര, സ്നേഹം നിറഞ്ഞത് എന്തൊക്കെയാണ് കാണാൻ സാധിക്കുന്നത്? പർവ്വത്, നദി, സമന്തർ, അതുപോലെ താൽ തലയ്യ, നാലേ പോക്കർ. ഇതെല്ലാം എന്താണ്? സാരാ ജഗ് മേ പ്യാരാ ഹേ. നെക്സ്റ്റ് ലാസ്റ്റ് എന്താണ്? ഇസ് കവിതക്കോ യാദ് കർക്കെ കക്ഷാമേ സുനായിയേ. എന്താണിത്? ബൈഹാർട്ട് പഠിച്ചിട്ട് ഈ കവിത നിങ്ങളെ ക്ലാസ്സിൽ വന്നിട്ട് കേൾപ്പിക്കാനാണ് പറഞ്ഞത് കേട്ടോ. ബൈഹാർട്ട് പഠിച്ചിട്ട് ക്ലാസ് ഉള്ള സമയത്ത് എന്താണ് ക്ലാസ്സിൽ നിന്ന് ചൊല്ലിക്കേണ്ടതാണത്. അതാണ് ലാസ്റ്റ് പ്രവൃത്തി ചെയ്യുന്നത്. എന്താണ്? ഈസ് കവിതക്കോ യാദ് കർക്കെ കക്ഷാമേ സുനായിയേ. കേൾപ്പിച്ചാലും. കേട്ടല്ലോ? ഷോണാകെ ഷോന്നാകാൻ തുടങ്ങി അല്ലേ? അപ്പൊ അതിൽ വേർഡ് മീനിങ് നിങ്ങളുടെ ടെക്സ്റ്റ് നോക്കി നന്നായിട്ട് എഴുതുക. അക്ഷരങ്ങൾ തെറ്റാതെ, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരാതെ എഴുതുക. ക്വസ്റ്റ്യൻ ആൻസർ മിസ് ഇട്ട് തരാം.
അതൊന്ന് വായിച്ചു നോക്കി നിങ്ങള്. പ്യാര പ്യാര കിത്തന പ്യാര അതിന്റെ കവിത ഒന്ന് വായിച്ചു നോക്ക്. ക്ലിയർ ആയോ? ഡൗട്ട് വല്ലതുണ്ടോ നോക്കൂ. ഈ ഫോൺ എടുത്തിട്ട് ഒറ്റ നടക്കും പിന്നെ കിടക്കും പിന്നെ ഫോൺ താഴെ വെക്കും. വായിച്ചോ? നോക്കും. ഒന്നുകൂടി മിസ് വായിച്ചു തരാം. പ്യാര പ്യാര കിത്തന പ്യാര. ഹെഡിങ് എന്താണ്? പ്യാര പ്യാര കിത്തന പ്യാര. ചന്ദ ചന്ദ ചം ചം പ്യാര ചന്ദ तेरे उजाले से चमका घर अंगनारा. तारा तारा टिम टिम तारा जैसे नीली साड़ी पर टंगा हो सलमा न्यारा. बद्रा बद्रा काला काला आसमान की छाती पर. छाती എന്ന് പറഞ്ഞാൽ നെഞ്ച്, മാറിടം. डोल रहा मतवाला. बिजुरी घन के पर्दे में कांबे नाचे कोई किशोरी जो चांदी की पायल बांधे. प्यारा प्यारा कितना प्यारा प्यारा बद्रा बरखा अंबर प्यारा चंदा तारा. प्यारा प्यारा पर्वत नदी समंदर ताल तलैया नाले पोखर प्यारा ये जग सारा. മിസ് വേറെ ആരും കാണുന്നില്ലല്ലോ. വേറെ ആരും കാണുന്നില്ല മോനെ. നേരത്തെ അങ്ങനെ അവസ്ഥ. നേരത്തെ പിന്നെ ആൻമരിയ മാത്രം വന്നു. റേഞ്ച് പ്രോബ്ലം എന്താണെന്നൊന്നും അറിയില്ല. മിസ് ഇപ്പൊ ചെക്കായി തോന്നുന്നുണ്ടോ? എന്താണ് അങ്ങനെ റേഞ്ച് പ്രോബ്ലം അല്ലേ? ഇപ്പൊ തിരിഞ്ഞില്ലേ? മിസ് പറഞ്ഞ കേൾക്കാമോ? കേൾക്കുന്നുണ്ട്. അതെയാ. മോളൊന്ന് ആ കവിത ഒന്ന് വായിച്ച എവിടെ നിന്ന് ഉറക്കെ. प्यारा प्यारा कितना प्यारा चंदा चंदा चम चम प्यारा चंदा तेरे उजाले से चमका चमका दर अंगनारा अंगनारा अंगनारा. तारा तारा टिम टिम तारा जैसे जैसे नीली साड़ी पर टंगा हो सलमा न्यारा. बदरा 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 काला काला अमसान आसमान की छाती पर टोल रहा मतवाला. बिजुरी दन के पर्दे में कांबे नाचे कोई किशोरी जो चांदी की पायल बांधे. प्यारा प्यारा कितना प्यारा प्यारा बद्रा बरखा अंबर प्यारा चंदा
चंदा तारा प्यारा प्यारा पर्वत नदी समंदर സമന്ദർ समंदर तल समंदर तल तले तलेया നാലേ പോഖർ नाले नाले भोगा प्यारा से ഏ जाग सारा പ്യാരാ ഏ से ജഗ് जाग സാര. सारा ഓക്കെ, വെരി ഗുഡ്. അടുത്ത ക്ലാസ്, നെക്സ്റ്റ് ക്ലാസ് എപ്പോഴാണ്? അപ്പോഴേക്കും ആ സന്ത് പൂസല മുതൽ, അതായത് മന്മന്ത് എന്നുള്ള ലെസന്റെ ക്വസ്റ്റ്യൻ ആൻസറിൽ ഒന്ന് പഠിച്ച് റെഡി ആവണേ. ക്വസ്റ്റ്യൻ ആൻസർ ഒക്കെ പഠിച്ച് ഓപ്പോസിറ്റ് വേർഡ്സുകൾ ഒന്ന് പഠിച്ച് റെഡി ആവുക. ആ വേർഡ് മീനിങ് കൂടി ഒന്നുകൂടി വായിച്ചു നോക്കിയ മോനെ. വേർഡ് മീനിങ് കൂടി, ശബ്ദാർത്ഥ് അതുകൂടി ഒന്ന് വായിച്ചു നോക്കിയേ, കിട്ടുന്ന നോക്കാലോ. चंदा मून ചന്ദ, മൂൺ. चमचम शाइनिंग गर्ल हाउ चमचम शाइनिंग गर्ल होम टिम टिम टिंगल टिंगल न्यारा ब्यूटीफुल मधवाला जॉयफुल किशोरी थिनागर बल्दा रेन then cloud तारा स्टार उजाला लाइट अंगनारा അങ്കനാര, अंगनारा वेंडारा वेरांदा നീലി नीली സാടി, साड़ी ब्लू साड़ी बदरा क्लाउड ക്ലൗഡ്, अंबर അംബർ, अंबर സ്കൈ, स्काई चांदी की पायल सिल्वर नदी रिवर സമന്ദർ, സി. सी ഓക്കെ, सी മിസ്സേ വേറെ ആരും കാണുന്നില്ല. അതെ, വേറെ ആരെയും കാണുന്നില്ല. അതായത് പ്രശ്നം. ഇപ്പം അടുത്ത ലെസൺ എടുക്കണമെങ്കിൽ ബാക്കി ആരെയും കാണുന്നുമില്ല. ഈ ലെസൺ എടുക്കുമ്പോ ഇല്ലാത്തവരുണ്ട്. എല്ലാം കൂടി പ്രശ്നത്തില. മന്മന്ദിർ എന്നുള്ള ലെസൺ മോൻ വായിച്ചതാണോ? മന്മന്ദിർ എന്നുള്ള ലെസൺ, ടെമ്പിൾ ഓഫ് ഹേർട്ട് ഫുള്ള് വായിച്ചോ? എത്ര പ്രാവശ്യം വായിച്ചിട്ടുണ്ട്? 2 ഏത്? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ അതിൽ? ഏതെങ്കിലും വേർഡ്സ്? ഇല്ല. ഇല്ല. അതൊന്ന് വായിക്കാമോ ഉറക്കെ? ടെമ്പിൾ ഓഫ് ഹേർട്ട് വായിക്കണോ? ഏത്? ഫുള്ള് വായിക്കണ്ട, ഫുള്ള് വായിക്കണ്ട. ഒന്ന് വായിച്ച് നോക്കാൻ വേണ്ടിട്ടാണ്. സ്പീഡ് വായിക്കുമ്പോ സ്പീഡ് കിട്ടുന്നുണ്ടോ ഏതെങ്കിലും ഇത് നോക്കാൻ വേണ്ടിട്ടാണ്. മന്മന്ദിർ, മന്മന്ദിർ तमिलनाडु राज्य के एक गांव
तिन्ननूर तिन्ननूर में एक शिव भक्त संत रहा करते थे। उनका मन कुशला था। वे नित्य भगवान शंकर का पूजन करते थे। भगवान शंकर की भक्ति में वे अपने बनाए हुए गीत ही गाया करते थे। वे अच्छे कवि थे। उनके भक्ति दिन सबको बहुत भाते थे। पूरे दक्षिण क्षेत्र में वे धूम कर भगवान शिव के गीत गाते। उनके मंदिरों की परिक्रमा और पूजन करते थे। धीरे धीरे उनके मन में एक विशाल शिव मंदिर बनाने की इच्छा जागी। भगवान शंकर का भक्त शंकर का भव्य मंदिर बनाने के एक लिए उन्हें धन की आवश्यकता थी। उन्होंने नगर जाकर गनीम नगर सेठों और प्रजा से धन के एक लिए याचना की। किंतु उन्हें बहुत थोड़ा धन मिला। कवि कुशलाल प्रभु के विशाल मंदिर की कल्पना करते रहे। धीरे धीरे उन्होंने मन में एक विशाल मंदिर की कल्पना कर ली। वह मंदिर बहुत सुंदर था। उनकी कल्पना में मंदिर का पूरा आकार
आगा बढ़ गया। वह धीरे धीरे मंदिर की कल्पना में लीन रहने लगे। और फिर एक दिन उन्होंने उन्होंने उस मंदिर का मन कार्य भी प्रार्थ कर दिया। प्रारंभ कर दिया। मंदिर प्रारंभ कर दिया। मंदिर निमंत्रण के लिए कल्पना में ईंट गारा चूना काट पत्थर शिल्पी शिल्पी सब जमा हो गया। मजदूरों ने भव्य मंदिर बनाना शुरू कर दिया। ओके, वेरी गुड। शुरू कर दिया। ഓക്കെ, വായിക്കാൻ കുറച്ച് ബുദ്ധിമുട്ട്. അപ്പൊ എന്ത് ചെയ്യണം നീ? കുറച്ചുകൂടി കൂടുതലും കൂടി വായിക്കണം. എന്നാലും എന്ത് ചെയ്യലോ കുറച്ചുകൂടി സ്പീഡിൽ വായിക്കാൻ വേണ്ടി സാധിക്കുള്ളൂ കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് മന്മന്ത്രിലെ ലെസന്റെ ആ നോട്ട് കംപ്ലീറ്റ് ആക്കാത്തവരോട് കംപ്ലീറ്റ് ആക്കാൻ പറഞ്ഞിട്ട്, അതുപോലെ അതിന്റെ വേർഡ് മീനിങ്, ഓപ്പോസിറ്റ് വേർഡ്, ക്വസ്റ്റ്യൻ ആൻസർ അതൊക്കെ പഠിച്ച് റെഡി ആവണം. അതുപോലെ പ്യാര കിത്തന പ്യാരയിലെ ലെസൺ ആണ് ഇന്ന് എടുത്തത്. അതിന്റെ വേർഡ് മീനിങ് എഴുതി ഗ്രൂപ്പിലിട്ട് തരിക. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് എല്ലാം റെഡി ആയിട്ട് വരിക കേട്ടോ. ഓക്കെ മിസ്. ഓക്കെ, ബൈ.
മിസ്സേ എന്തുണ്ട് എന്ത് ചെയ്യണം